ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ JDS ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലോ ഇനി നിങ്ങളെ മറ്റു ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അത് ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഓൺ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഗൂഗിളിൽ ജസ്റ്റ് നമ്മുടെ GOCL എഡ്യൂലാൻഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. GOCL എഡ്യൂലാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഇനി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ലിങ്കും കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കയറാൻ പറ്റും. GOCL എഡ്യൂലാൻഡ് അതിൽ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും കേട്ടോ. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ ബ്രൗസറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് വ്യൂ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഡെസ്ക്ടോപ്പ് വ്യൂ വേണമെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കാം. ഇനി ഡെസ്ക്ടോപ്പ് വ്യൂ വേണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്കതിൻ്റെ എന്ത് ചെയ്യാം, ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണും. ഇപ്പം ലേറ്റസ്റ്റ് ജോബ്സ്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്, അങ്ങനെ ഓരോന്നും കാണും. അപ്പോൾ അതിൽ കേരള ജോബ്സിലേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പിക്ക് ചെയ്യാൻ പറ്റും. കേരള ജോബ്സും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, കേരള ജോബ്സ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ആഡ് വരും, അത് ജസ്റ്റ് നിങ്ങൾ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു പേജിലേക്ക് വന്ന് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഈ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. വേക്കൻസി ഡീറ്റെയിൽസ്, അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി GDS നോട്ടിഫിക്കേഷൻ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഈ പറയുന്ന നമുക്ക് എങ്ങനെയാണ് സാലറി ലഭിക്കുന്നത്, അതിൻ്റെ എന്തൊക്കെ സാധ്യതകളാണെന്നുള്ളതിനെ കുറിച്ചിട്ടും എന്തൊക്കെ ജോലിയാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അതുപോലെ ദക്സേവകൊക്കെ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അത് ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് GDSൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണാം. അതുപോലെ GDS ഫോം ഫില്ലിംഗ് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ് ചെയ്തത്. അപ്പോൾ അത് കാണണമെങ്കിൽ അത് കാണാം. GDS പ്രൊമോഷൻ സാധ്യത നമ്മൾ ഓൾറെഡി ഒരു വർഷം മുൻപ് ചെയ്ത വീഡിയോ ആണ്. ഈ പറയുന്ന GDS ആയിട്ട് നമുക്ക് നിയമനം കിട്ടിയാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഏത് പോസ്റ്റിലേക്ക് കയറാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ GDS പ്രൊമോഷൻ വീഡിയോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കും ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ താഴോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. GDS സ്ഥിര ജോലിയാണ്. അതൊക്കെ നമ്മൾ മുൻപ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അന്ന് വന്ന ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിലേക്ക് വരാം. അപ്പോൾ ഇനി നമ്മളിവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നേരെ GDS ഓൺലൈൻ എൻഗേജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് GDSൻ്റെ ഒഫീഷ്യൽ പേജിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് സ്റ്റേജ് 1 നമ്മൾ രജിസ്ട്രേഷനാണ്. സ്റ്റേജ് 2 നമ്മൾ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം കാണാം. ആ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം. ഇതിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാക്സിമം എറർ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുക. ഇവിടെ ആദ്യം നമ്മുടെ ജസ്റ്റ് മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തേൽ നമ്മുടെ മെയിൽ ID കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ. മൂന്നാമത്തേൽ നിങ്ങളുടെ പേരാണ്. പേര് നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെ നിങ്ങൾ കൊടുക്കുക. ഇനിഷ്യൽ ഉണ്ട്, ഇനിഷ്യലോട് കൂടി കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതെ കൊടുക്കുക. പിന്നെ നാലാമത്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാദറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മദറിൻ്റെ പേര്. ഓക്കെ, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കൊടുക്കണം. അഞ്ചാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആറാമത്തെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങളത് സെലക്ട് ചെയ്യാം. പിന്നെ മറ്റേത് അതിന് താഴെ ഉള്ളത് 6A എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ്, നമ്മൾ നോക്കണ്ട. പിന്നെ കമ്മ്യൂണിറ്റി നിങ്ങൾ ഏതാണ്, SC ST OBC ജനറൽ ഏതാച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക നിങ്ങൾ. പിന്നെ നമ്മൾ സെക്കൻഡറി സ്കൂൾ പാസ്സായത് ഏത് സർക്കിളിലാണെന്നാണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സർക്കിൾ വൈസ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരള എന്ന് പറയുന്നത് കേരള സർക്കിളാണ്. അപ്പോൾ കേരള സർക്കിളിലാണ് നിങ്ങളുടെ സെക്കൻഡറി സ്കൂൾ പാസ്സായത്. സെക്കൻഡറി പറഞ്ഞാൽ 10ാം ക്ലാസ് വരെയുള്ള. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് നമ്മൾ പാസ്സായത് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് സർക്കിളാണെന്നുള്ളത് അവിടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി സ്കൂളാണ്. ഇതാണ് പലരും തെറ്റിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല ആളുകളും തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി സ്കൂൾ. ഈ ഇയർ ഓഫ് പാസിംഗ് സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് പലരും +2ൻ്റെതാണ് കൊടുത്തത്. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗത്ത് കേൾക്കട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് എന്നാണ് പാസ് ഔട്ട് ആയത് ആ വർഷമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2018 ഞാൻ ഫോർ എക്സാമ്പിൾ 2018 കൊടുക്കുന്നു. ഇനി ഇവിടെ ഉള്ള ക്യാപ്ച കോഡ് അടിക്കുക. നിങ്ങൾക്കിവിടെ ക്യാപ്ച കോഡ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് പേജ് ലോഡായിട്ടില്ല. അവിടെ ഒന്നും പാടെ നമ്മൾ റീഫ്രഷ് ചെയ്താൽ മതി കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ക്യാപ്ച കോഡ് വരും.
ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഞാൻ സബ്മിറ്റ് കൊടുത്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാം കേട്ടോ. ക്യാപ്ച കോഡൊക്കെ അടിച്ചിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ. അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോപ്പ് മെസ്സേജ് വരും ഇതുപോലെ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലോസ് എന്ന് കൊടുക്കാം. പേജ് ഓട്ടോമാറ്റിക് ലോഡാവും. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ നമ്പർ ഉണ്ടേ കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുകളിലൂടെ കാണാം, അത് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ആധാർ നമ്പറാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്, ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല, അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. അടുത്ത പിന്നെ നമ്മളോട് ചോദിക്കുന്നത് PWD കാൻഡിഡേറ്റ്സ് ആണ്. അത് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. ഇനി യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി, അതായത് ഇപ്പം ഈ പറയുന്ന ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കും. അപ്പോൾ അവിടെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്താണ്, കാറ്റഗറി A B C എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷനിലുണ്ട്, കാറ്റഗറി A എന്താണ്, കാറ്റഗറി B എന്താണെന്നുള്ള നോട്ടിഫിക്കേഷൻ അവർ നോക്കണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇവിടെ കാണാം, ഇപ്പം ഇത് നമ്മളിവിടെ നോ കൊടുക്കുകയാണ്. ഇനി ഇവിടെ ലാംഗ്വേജ് സ്റ്റഡീഡ് ഇൻ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, നമ്മൾ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ് ആണ്. അവിടെ നമ്മൾ പഠിച്ച ലാംഗ്വേജസ് ഇവിടെ നിന്ന് ഓപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡറി ലെവലിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു സർക്കിളിലെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കേരള സർക്കിളിൻ്റെ മലയാളമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ഇനി നിങ്ങൾക്ക് ഹിന്ദി പഠിച്ചിട്ടുണ്ട്, മലയാളമൊക്കെ ഇതിലുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതാ മലയാളം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ തമിഴ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് കൊടുക്കാം. പിന്നെ ഹിന്ദി ഏറ്റവും ഇവിടെ ഉണ്ടാവും, മുകളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ 3 സബ്ജക്റ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെന്നുള്ള ചക്ക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ അതിനുശേഷം നമ്മൾ എംപ്ലോയിഡ് ആണോ, നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇനി എംപ്ലോയിഡ് ആണെങ്കിൽ NOC അവൈലബിൾ ആണോ എന്നുള്ളത്, അതായത് ഈ പറയുന്ന ജോലി ചെയ്യുന്നവരാണെങ്കിലാണ് കേട്ടോ NOC വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുക്കണം. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ്. ഫോട്ടോ സിഗ്നേച്ചറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മാക്സിമം 50 KB വരെ പറ്റുള്ളൂ ഫയൽ സൈസ്. ഈ 200 DPI .per-inch എന്നുള്ളതാണ്. അത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റിക്ക് പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ GeoCiel എജുലാനിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾ നിങ്ങൾക്ക് അറിയാം. ജസ്റ്റ് നിങ്ങളുടെ എന്താണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിലൂടെ കാണിക്കാം. ഓക്കെ, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹോം എടുക്കുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോമിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം ഈസി ടൂൾ. ഈ ഈസി ടൂൾ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് ചൂസ് ഫയൽ എന്നുള്ളത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് കൺവേർട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫയൽ കൊടുത്തു, അത് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് സിഗ്നേച്ചർ 150x60, ഇതൊക്കെ കറക്റ്റ് ഡയമെൻഷൻ ആക്കണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈസി ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ ഈ സെൻറ്ററിൽ മാത്രം കേന്ദ്രീകരിച്ചു. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 80% നമ്മൾ ഈ ഫ്രെയിമിൽ ഉള്ള രീതിയിൽ കുറച്ചും പാടെ ക്രോപ്പ് ചെയ്ത് ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങളുടെ ഡെമോ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് അത്ര മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും പാടെ ഈ പറയുന്ന ഒന്നും പാടെ ക്രോപ്പ് ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് അത് മൊത്തം ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു 80% കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ല ക്ലിയർ ഉണ്ടാവും. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക നമ്മൾ. അങ്ങനെ സബ്മിറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ഒന്നും പാടെ ഒരു ഡിക്ലറേഷൻ ചോദിക്കും. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാ നിങ്ങളൊന്ന് നോക്കുക ഇവിടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാം വായിച്ച് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഡിയർ കാൻഡിഡേറ്റ്സ് യുവർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, ഇത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇത് നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിലിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളത് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് കണ്ടിന്യൂ, നിങ്ങൾക്കൂടെ കാണാം കണ്ടിന്യൂ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, നമ്മൾ നേരെ ലോഗിൻ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പേജ്, ഈ പേജ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പിന്നീട് ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്യാം. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഞാൻ
ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ തന്നെ നിങ്ങൾക്കിതാ ഈ പറയുന്ന നമ്മുടെ GDSൻ്റെ ഇതിലേക്ക് തന്നെ പോകണമെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളത് ആ ബാക്കൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് സൈറ്റ് ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ കാണാം GDSൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് അത് വരിക. ഇവിടെ കാണാം സ്റ്റെപ്പ് 2ലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റെപ്പ് 1 അതായത് സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്തോണമെന്നില്ല, വേണമെങ്കിൽ നാളെ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ എന്ന് കാണാം. ഓക്കെ, ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്, ഒക്കെ അതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ കണ്ട സെയിം പേജിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ലോഗിൻ ചെയ്യുന്ന ഒരു രീതിയിലുള്ള പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ വറിയിടാണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീണ്ടും വന്നിട്ട് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഫില്ല് ചെയ്യുക. ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. നമ്മൾ ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്താൽ സർക്കിൾ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ കേരള സെലക്ട് ചെയ്യാം. ഇനി സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്തും കൂടെ കാണാം OTP സെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് OTP ഇവിടെ അടിച്ചു കൊടുക്കുക. കൂടെ കാണാം OTP അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫോണിലേക്ക് OTP വന്നിട്ടുണ്ടാവും. OTP എൻ്റർ ചെയ്യുക. അതിന് ശേഷം നമ്മളിതാ ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ് വേണ്ടത്, ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ രജിസ്ട്രേഷൻ ടിക്ക് വന്നു, അവിടെ കംപ്ലീറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവിടെ ഒരു ടിക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. അതുപോലെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ കുറഞ്ഞ സ്റ്റേജ് ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് അഡ്രസ്സ്. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നിങ്ങളിത് അവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് പെർമനൻറ്റ് അഡ്രസ്സിൽ കോപ്പി ആയിക്കോളും. വേണ്ടി നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സെപ്പറേറ്റ് അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വേറെ അഡ്രസ്സ് ആണെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് അടിച്ചാൽ ഇവിടെ റൈറ്റ് സൈഡിലും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ ഈ ബോർഡ് സെലക്ട് ചെയ്യണം. നമ്മൾ ഇപ്പോൾ 2018 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുക, ബോർഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കേരള SSLC എന്നുണ്ടാവും. ഇവിടെ കേരള SSLC 2013 ഓൺവേർഡ്സ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് 2013 ശേഷമുള്ള കേരള SSLC ആണ്. കാരണം ഞാൻ 2018 ആണല്ലോ. ഇനി നിങ്ങളിവിടെ പാസ് ഔട്ട് ആയ ഇയർ നിങ്ങൾ ഏതാണോ കൊടുത്തത്, ഇപ്പോൾ 2000 അല്ലെങ്കിൽ 1999 അല്ലെങ്കിൽ 1995 ഇനി 1980 ഇതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് 40 വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബോർഡ് നിങ്ങൾ പാസ് ഔട്ട് ആയ ഇയർ ഏതാണോ ഇവിടെ കൊടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബോർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മറ്റ് CBSE അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് ഇക്വലൻസി ഒക്കെ ആയിട്ടുള്ള ആണെങ്കിൽ അതൊക്കെ ഇതിൽ ബോർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള 10ാം ക്ലാസ് അതിനനുസരിച്ച് THSLC ആണ് അതിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അനുസരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മളിവിടെ കൊടുക്കാം. കേരള SSLC 2013 ഓൺവേർഡ്സ് എന്നുള്ളതാണ്. ഇനി അതൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മൾ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സെലക്ട് റിസൾട്ട് ടൈപ്പ് എന്നുണ്ട്, ഇവിടെ നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ഗ്രേഡേ വന്നുള്ളൂ. 2006 ശേഷം ഫുള്ള് ഗ്രേഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗ്രേഡാണ് ഉണ്ടാകുക. ഇനി അതല്ല 2005 അപ്പുറത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്ക് അടിച്ചു കൊടുക്കണം. അതുപോലെ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി ഞാനിവിടെ ഗ്രേഡാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗ്രേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ SSLCയുടെ ഗ്രേഡ് നമ്മളിങ്ങനെ കൊടുക്കുക. ഓരോ സബ്ജക്റ്റിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ്. ഓക്കെ, A+ ആണെങ്കിൽ A+ എന്ന് കൊടുക്കുക. ദെൻ ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ബേസിക് ആയുള്ള ഗ്രേഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അതേതാ നമ്മൾ പഠിച്ചാൽ നമ്മളത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, ഇനി അറബി പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചൊക്കെ നിങ്ങൾ കൊടുക്കാം. നിങ്ങൾ ഏതാണോ പഠിച്ചത് നിങ്ങൾ അതാണ് കൊടുക്കേണ്ടത്. മാത്തമാറ്റിക്സിൽ ഏതാണ് ഗ്രേഡ്, ഓക്കെ, IT ഏതാണ് ഗ്രേഡ്, ഓക്കെ, ഇത് കെമിസ്ട്രിയിൽ ഏതാ ഗ്രേഡ്, ഇതൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ അടുത്തത് ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ സെക്കൻഡാണ്. ഇതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഏതാ പഠിച്ചു വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ ഹിന്ദി. ഇപ്പം ഈ ഹിന്ദി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് ആകുമ്പോഴാണ് ഇങ്ങനെ വരിക. ഇനി CBSE അല്ലെങ്കിൽ THSLC ഒക്കെ ആകുമ്പോൾ മാറും. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് സർക്കിളിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ നമ്മൾ സെക്കൻഡറി ലെവലിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ കേരള സർക്കിളിലേക്കാണെങ്കിൽ നിങ്ങൾ സെക്കൻഡറി ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 10ാം ക്ലാസ് വരെ നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ മലയാളം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് എലിജിബിൾ അല്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദിയൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ ഹിന്ദി ലോക്കൽ ലാംഗ്വേജുള്ള ഭാഗങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഓക്കെ. പിന്നെ ഫിസിക്സ് ഏതാണ് ഗ്രേഡ് അത് സെലക്ട് ചെയ്യാം. സോഷ്യൽ സയൻസ് ഏതാ ഗ്രേഡ് അത് സെലക്ട് ചെയ്യാം. ബയോളജി ഏതാ ഗ്രേഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ അഡ്രസ്സും കൂടെ കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് കാണിക്കാം. ഇവിടെ ഡോർ ഓർ ഹൗസ് ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അപ്പാർട്ട്മെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ ഹൗസ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ വീട്ടുപേര് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, വീട്ടുപേര് കൊടുത്താൽ മതി. ഇനി സ്ട്രീറ്റ്, നമ്മുടെ മെയിൻ സിറ്റി, അതായത് നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റ് ഏതായാലും അത് കൊടുക്കാം. സിറ്റി ഓർ വില്ലേജ് നിങ്ങൾക്ക് വേറെ കൊടുക്കാം. അത് നിങ്ങളുടെ വില്ലേജിൻ്റെ പേര് കൊടുത്താൽ മതി. നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾക്ക് കൊടുക്കുക. ഇനി പഞ്ചായത്തിലാണ് താമസിക്കുന്നതെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മളതനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. പിന്നെ പിൻകോഡ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതന്നെയാണ് നമ്മുടെ അഡ്രസ്സ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ്. പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതൊക്കെ അവിടെ കോപ്പി ആക്കണം. വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനിപ്പോൾ അത് അവിടെ സബ്മിറ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ വയ്ക്കുമ്പോൾ നമുക്കുള്ള ചോദിക്കും അത് കൺഫേം ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ പ്രിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേരള സർക്കിളാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സർക്കിളിൽ ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ഡിവിഷൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം കാലിക്കറ്റ്, കണ്ണൂർ, നിങ്ങൾക്ക് ഇവിടെ കാണാം എറണാകുളം, ഇടുക്കി, ഇങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ലക്ഷദ്വീപ് ആണെങ്കിൽ ലക്ഷദ്വീപ് ഉണ്ട്, മഞ്ചേരി ഡിവിഷൻ. ഇത് ഡിസ്ട്രിക്ട് വൈസ് അല്ല വന്നിരിക്കുന്നത്. വിവിധ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായുള്ള പേരുകൾ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വടകര ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ കാലിക്കറ്റാണ് അതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കാലിക്കറ്റ് ഡിവിഷൻ. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സർക്കിളിലേക്ക്. അപ്പോൾ കേരള സർക്കിളിൽ കാലിക്കറ്റ് ആണെങ്കിൽ അതിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കാലിക്കറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജനറൽ ആണല്ലോ കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ജനറൽ വേക്കൻസി മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ OBC കാൻഡിഡേറ്റ്സോ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി വേക്കൻസി ഇവിടെ കാണിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജനറൽ വേക്കൻസി അതിൽ കാണിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് 5 പേജ് വരുന്നുണ്ട്. അത് ഏകദേശം 40ൻ്റെ മുകളിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന വേക്കൻസികൾ, അതായത് കാറ്റഗറി. നമുക്ക് ഈ ഡിവിഷനിൽ വിവിധ ഓഫീസുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലായി. BO എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫീസ് എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ സബ് ബ്രാഞ്ച് ഓഫീസ്, അങ്ങനെ ഒരുപാട് അതിൻ്റേതായിട്ടുള്ള ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ കാണാം നിങ്ങൾക്ക് പോസ്റ്റ് നെയിം GDS, നിങ്ങൾക്ക് ABPM എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്, ജനറൽ വേക്കൻസിയാണ്. കാരണം ഞാൻ അപ്ലൈ ചെയ്യുന്ന രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാറ്റഗറി കൊടുത്ത് ജനറൽ ആണല്ലോ, അപ്പോൾ എനിക്ക് ജനറൽ മാത്രമേ ഇതിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് SC/ST OBC ആണെങ്കിൽ നിങ്ങളുടെ OBC വേക്കൻസിയിലേക്ക് ആദ്യം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. OBC ആണെങ്കിൽ OBC, SC/ST ആണെങ്കിൽ SC. ഓക്കെ, അതിൽ ചെറിയ കട്ട് ഓഫ് നല്ല വ്യത്യാസം ഉണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. 3, 4, 5 മാർക്കൊക്കെ വ്യത്യാസം എന്തായാലും ഉണ്ടാറുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം RS1000 എന്ന് കാണാം. ഈ RS1000 എന്നുള്ളത് ഈ ABPMൻ്റെ മിനിമം എന്താണ് TRC ആണ്. TRC എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇനി നമുക്ക് മിനിമം എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ് TRC എന്ന് പറയുന്നതിൻ്റെ മിനിമമാണ് കൊടുത്തിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ മാക്സിമം നമുക്ക് 24,420 നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ പെർഫോമൻസിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും. ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയുടെ അവസാനം പറയാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ABPM അല്ലാതെ നിങ്ങൾക്ക് BPM ഉണ്ടാവും. ഇതുണ്ടോ? ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ചെറുകുളത്തൂർ BPM വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആദ്യം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ഓരോന്ന് അടുത്ത പേജ് നോക്കാം. ഇപ്പോൾ അടുത്ത പേജിലാണ് നിങ്ങൾക്ക് വേണ്ടിയിരിക്കുക. അപ്പോൾ എനിക്ക് ഇതാണ് വേണ്ടത്. എന്താണ് ഇപ്പോൾ നമ്മുടെ കുമരനെല്ലൂർ BOയിലാണ് എനിക്ക് വേണ്ടത്. ABPM ആണ് വേണ്ടിയിരിക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുക്കണം, നമ്പർ 1 എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, 1 എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, 1 ടൈപ്പ് ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഈ പോസ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇത് അവിടെ ഇങ്ങനെ 3, അടുത്തത് 3, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതിൻ്റെ അടുത്ത ലാസ്റ്റ് പേജ് പോവാം. ഓക്കെ, ഇവിടെ ലാസ്റ്റ് പേജിൽ പോയിട്ട് അടുത്ത മൂന്നാമത്തെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശം നോക്കുക. നിങ്ങൾ അടുത്തുള്ള പ്രദേശം അതാണെങ്കിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യാം, 3 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ അതിനനുസരിച്ച് ആദ്യം കൊടുക്കുക. അപ്പോൾ ആദ്യം കൊടുക്കുന്നതിനാണ് നിങ്ങൾക്ക് ആദ്യത്തെ മുൻഗണന ഉണ്ടായിരിക്കുക. നമ്പർ 1 ഏറ്റവും മുൻഗണന ഉണ്ടായിരിക്കുക. അത് കിട്ടിയില്ലെങ്കിലാണ് 2 കിട്ടുക, അത് കിട്ടിയില്ലെങ്കിലാണ് 3 കിട്ടുക, അങ്ങനെയാണ് കിട്ടുക. അങ്ങനെ നിങ്ങൾക്ക് 42 വരെ നമ്പർ ഇട്ട് ഇതിൽ കൊടുക്കാം, എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം നമ്മുടെ അടുത്തുള്ളത് നിങ്ങൾ കൊടുക്കാം, നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുക്കാം, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്പർ ഇട്ടിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്പർ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഡിക്ലറേഷൻ കൊടുക്കുക. നമ്മൾ കറക്റ്റ് ചെയ്ത എല്ലാം ഓക്കെയാണ്, എല്ലാം വായിച്ചു റീഡ് ചെയ്തു എന്നുള്ളതിൻ്റെ. എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം സേവ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഒന്നുപാടെ എന്താണ് കൺഫേം ചെയ്യുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോസ് എന്നുള്ള കൊടുക്കാം. ഓക്കെ,
ഇപ്പോൾ ഇവിടെ എനിക്ക് പേയ്മെൻറ്റ് 100 രൂപ, ഞാൻ ജനറൽ ആൻഡ് 100 രൂപ എടുക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ് ഒന്നും ഫീ കണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് നേരെ പ്രിൻറ്റിലേക്കാണ് പോവുക. പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇവിടെ ഞാൻ മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും UPI അല്ലെങ്കിൽ അത് ഗൂഗിൾ പേ, ഫോൺ പേ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അത് പ്രിൻ്റ് കൊടുത്ത് വെക്കുക അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.